നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ്, കോക്കനട്ട് ഹൽവയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവിയത്, പിന്നെ 1 കപ്പ് വെല്ലം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതോ പൊടിച്ചെടുത്തതോ അത്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വേണം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതും വേണം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങയും വെല്ലവും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട്, ചെറുങ്ങനെ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ചുറ്റിച്ചു കൊടുക്കാം. മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ. നമ്മൾ കാഷ്യൂ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങയും വെല്ലവും കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വരണം. സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതാക്കാൻ. അധികം ഫ്ലെയിം കൂട്ടാണ്ട് ചെറിയ തീയിൽ നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിന് ആയിട്ടെടുക്കാം. നമ്മൾ തേങ്ങേൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. അതിട്ട് മിക്സാക്കി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി വീണ്ടും ഇതുപോലെ കുറച്ച് നേരം കൂടി നമ്മൾ പാത്രത്തിൽ നിന്ന് ഇട്ട് വരുന്ന കുറച്ചും കൂടി നല്ല പരുവായി വരുന്ന വരെ പിന്നെയും ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ തേങ്ങയും വെല്ലവും ഇതാ കണ്ടില്ല, നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സായി കൊടുക്കാം. കോക്കനട്ട് ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കോക്കനട്ട് ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. അതിൻ്റെ കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.